ഹലോ നമസ്കാരം, ഞാൻ മിനി. എല്ലാവർക്കും മിനീസ് ലൈഫ് സ്റ്റൈലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരാഴ്ചയ്ക്ക് മുമ്പ് ഉള്ള വീഡിയോയിൽ നമ്മൾ ഹിറ്റാച്ചിയൊക്കെ വെച്ചിട്ട് നമ്മുടെ പറമ്പൊക്കെ ആകെ ഇളക്കി മറിച്ചൊക്കെ ഇട്ടിരിക്കുമായിരുന്നല്ലോ. അപ്പം അന്ന് എല്ലാവർക്കും ഒരു വിഷമമായിരുന്നു നമ്മുടെ പറമ്പൊക്കെ കണ്ടിട്ട്. ഇഷ്ടംപോലെ കൃഷിയൊക്കെ ഉണ്ടായിട്ട് ഇപ്പോൾ ഇങ്ങനെ കിടക്കുന്ന ഭയങ്കര വിഷമമായി പോയല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ കമൻറ്റുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഒരാളിനെ നിർത്തി കളിപ്പിക്കുന്നതൊക്കെ നല്ലത് ഹിറ്റാച്ച് കയറ്റി എല്ലാം ഒന്ന് കളിച്ച് മറിച്ചൊക്കെ ഇടാമെന്ന് കരുതിയിട്ടാണ് നമ്മളത് ചെയ്തത്. പിന്നെ നമ്മളിനി കൃഷിയെല്ലാം നമ്മൾ ഒന്നേന്ന് തുടങ്ങണം എന്നുള്ള ഒരു നല്ല രീതിയിൽ തുടങ്ങണം എന്നുള്ളൊരു ആഗ്രഹത്തോടെയാണ് ചെയ്തത്. അപ്പോൾ നമുക്ക് കളയിലൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ കുറച്ച് കൃഷികളൊക്കെ ഇറക്കിയിട്ടുണ്ട്. അപ്പം നമുക്ക് ആ കൃഷിയൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ? വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് മിനീസ് ലൈഫ് സ്റ്റൈൽ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. അതുപോലെ നിങ്ങൾക്കും ഇതേപോലെ കൃഷിയൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, വിത്തുകളൊക്കെ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ വെബ്സൈറ്റായ minisLifestyle.com ഒന്ന് വിസിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുള്ളതായ എല്ലാ ടൈപ്പ് വിത്തുകൾ നിങ്ങൾക്ക് വാങ്ങിക്കാവുന്നത്. അപ്പം നമുക്ക് തുടങ്ങാം. അപ്പം നമ്മുടെ എല്ലാവരും ഇത്തിരി നാളും കൊണ്ടേ പറയുന്നതാണ് നമ്മുടെ ബ്രൂണോയെ കാണുന്നില്ല എന്ന്. ഇപ്പം ബ്രൂണോയും കൂടെ കൂട്ടി നമുക്ക് പറമ്പിലോട്ട് പോയാലോ? അപ്പം നമ്മുടെ ബ്രൂണോ അവിടെ എല്ലാം കിടന്ന് പരതി നോക്കുകയാണ്. ഇപ്പം ഇവിടെ ഞാൻ കുറച്ച് പൊന്നാങ്കണ്ണി നട്ടിട്ടുണ്ട് കേട്ടോ. ഈ പൊന്നാങ്കണ്ണി എന്ന് വെച്ചാൽ നമ്മുടെ പറമ്പിൻ്റെ ഒരറ്റത്ത് നിന്നെയായിരുന്നു. അപ്പോൾ ഹിറ്റാച്ചിയൊക്കെ കയറ്റിയപ്പോൾ അതെല്ലാം നശിച്ചു പോകുമല്ലോ എന്ന് കരുതിയിട്ട് അതിനെല്ലാം ഞാൻ പിഴുത് ഒരിടത്ത് കൊണ്ടുവച്ചിരുന്നു. പിന്നെ മണ്ണെല്ലാം ഈ ഹിറ്റാച്ചിയുടെ പരിപാടിയെല്ലാം കഴിഞ്ഞതിന് ശേഷം ഇവിടെ കൊണ്ടുവന്ന് ലൈനായിട്ട് ഇങ്ങനെ നട്ടിരിക്കുമായിരുന്നു. അതിപ്പോൾ നല്ലൊരു പാടം പോലെ ആയിട്ടുണ്ട്. ഇഷ്ടം പോലെ നല്ലതുപോലെ തഴച്ച് കയറി വരുന്നുണ്ട്. ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ കാലാവസ്ഥ അനുസരിച്ചും മണ്ണിൻ്റെ ഇതനുസരിച്ചും വെള്ളത്തിൻ്റെ അനുസരിച്ചും ഇതിൻ്റെ നിറമൊക്കെ മാറിക്കൊണ്ടിരിക്കും കേട്ടോ. അപ്പം പറമ്പിൻ്റെ അങ്ങേയറ്റത്ത് നിന്നപ്പോഴും നല്ല ചുമന്ന ഇലയായിരുന്നു. ഇപ്പോൾ ഇച്ചിരി തണലത്തോട്ടും വെള്ളം എപ്പോഴും കിട്ടുന്നതും ആയതുകൊണ്ട് അത് ഇല നല്ല പച്ചപ്പായിട്ട് നിൽപ്പുണ്ട്. അപ്പോൾ അത് ഓരോ മാസവും ഇതിൻ്റെ നിറമൊക്കെ ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. ഇതിനിടയ്ക്ക് എല്ലാം നമ്മുടെ വള്ളിച്ചീരയുടെ വിത്തുകൾ കടന്നിട്ട് അതും കിളിച്ച് വരുന്നുണ്ട്. വള്ളിച്ചീര കണ്ടില്ലേ? ഇതെല്ലാം വള്ളിച്ചീരകളാണ് നിൽക്കുന്നത്, വലിയ ഇലയായിട്ട് നിൽക്കുന്നത്. പിന്നെ പച്ചച്ചീര, എവിടെ നോക്കിയാലും പച്ചച്ചീര. ഇനി അങ്ങോട്ട് ഒന്ന് രണ്ട് മഴയൊക്കെ പെയ്ത് അങ്ങോട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ പറമ്പിലുള്ളതായ വീണ് കിടന്നതായ എല്ലാ വിത്തുകളും ഇങ്ങനെ കിളിച്ച് വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും രണ്ടുമൂന്ന് മഴയൊക്കെ കിട്ടി. അത് കൂടാതെ നമ്മുടെ കനാൽ തുറന്നു. അപ്പം കിണറ്റിൽ ഇഷ്ടം പോലെ വെള്ളമായി. അതുകൊണ്ട് കൃഷിയൊക്കെ ചെയ്യാനായിട്ട് നല്ല തറയൊക്കെ നല്ലതുപോലെ നല്ല പരുവായിട്ട് കിടക്കുകയാണ്. അപ്പം ഇവിടെ ഞാൻ കുറച്ച് പയർ നട്ടിട്ടുണ്ടായിരുന്നു. ഈ സ്ഥലത്തോട്ട് ഹിറ്റാച്ചിയൊന്നും കയറ്റാത്തതുകൊണ്ട് നമ്മുടെ പയറിന് യാതൊരു കുഴപ്പമില്ല നിൽപ്പുണ്ടായിരുന്നു. ഇടയ്ക്കിടയ്ക്കൊക്കെ എനിക്ക് ഓരോ പിടി പയർ കിട്ടുന്നുണ്ട്. അതുകൊണ്ട് വലിയ കുഴപ്പമില്ലാതെ കറി വയ്ക്കാനൊക്കെ കിട്ടുന്നതുകൊണ്ട് പ്രശ്നമില്ല. പിന്നെ അതിനിടയ്ക്ക് കൂടെ ഒരു ചൊരയ്ക്ക കയറി വരുന്നുണ്ട് കേട്ടോ. അതും ഈ പന്തലിനകത്തോട്ട് അങ്ങ് കയറ്റി വിടാൻ എഴുതിയിരിക്കുകയാണ്. വലിയൊരു പന്തലാണ് കേട്ടോ, വലിയൊരു പന്തലാണ്. പിന്നെ ഇതിൻ്റെ താഴെ ഒരു മത്തനൊക്കെ ഇങ്ങനെ പടർന്ന് കയറി വരുന്നുണ്ട് കേട്ടോ. മത്തനകത്തൊക്കെ ഏതാണ്ട് കായൊക്കെ പിടിക്കാനായിട്ട് തുടങ്ങി ചെറുതായിട്ട്. പിന്നെ അതിൻ്റെ തൊട്ടപ്പുറത്തായിട്ട് കുറച്ച് വഴുതനയൊക്കെ നട്ടിട്ടുണ്ട്. അവരും പൂവൊക്കെ ഇടാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഞാൻ വളം കൊടുക്കുന്നത് പറഞ്ഞാൽ നമ്മുടെ വേസ്റ്റുകൾ വെള്ളത്തിനകത്തിട്ട് അഴുകിയ വെള്ളം ഡൈല്യൂട്ട് ചെയ്തുകൊണ്ട് ഒഴിക്കാമെന്നുണ്ടെങ്കിൽ നല്ലതുപോലെ പച്ചപ്പായിട്ട് വളർന്നു കയറി വരും. ഇവിടെ ഞാൻ 3 ടൈപ്പിലുള്ളതായ പയറുകൾ നട്ടിട്ടുണ്ട്. അർക്കമംഗളം നട്ടിട്ടുണ്ട്, വൈജയന്തി നട്ടിട്ടുണ്ട്, സുമന്ത് നട്ടിട്ടുണ്ട്. സുമന്ത് എന്ന് പറഞ്ഞാൽ നല്ല പച്ച കളർ പയറാണ്. അപ്പം രാവിലെ രണ്ടവന്മാരെയും കൂടെ ഇവിടെ കൊണ്ടുവന്ന് കെട്ടും കേട്ടോ. ഇവരല്ലെങ്കിൽ നമ്മൾ വലിച്ചുകൊണ്ടങ്ങ് ഓടും. നമ്മുടെ നടുവൊക്കെ അവർ ശരിയാക്കും. അതുകൊണ്ട് ഇപ്പം ഇവിടുത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ രാവിലത്തെ അവരുടെ കർമ്മങ്ങളൊക്കെ നിർവഹിക്കാനായിട്ട് ഈ കമ്പിയിലോട്ട് കൊണ്ട് കെട്ടും. അവരിവിടെ ഭയങ്കര കുഴികളൊക്കെ ഉണ്ടാക്കി അതിനകത്ത് കുറച്ച് നേരമൊക്കെ കിടന്നിട്ടാണ് ഇത് കണ്ടില്ലേ, ചേന നടാനുള്ള കുഴിയുണ്ട് കണ്ടോ. ഇതെല്ലാം ആക്കി ഇട്ടിരിക്കുക ഇങ്ങനെ. ബ്രൗണി വഴക്കുണ്ടാക്കരുത് കേട്ടോ. നിങ്ങളെയൊക്കെ കാണുന്നില്ല എന്ന് കുറേ നാളും കൊണ്ട് പറയുന്നുണ്ട്. എല്ലാവർക്കും ഹായ് പറ. ഇപ്രാവശ്യത്തെ നമ്മുടെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒട്ടും സ്ഥലം നമ്മൾ വെറുതെ കളയാതെ ആ സ്ഥലത്തെല്ലാം നമുക്ക് ആവശ്യമുള്ളതായ എന്തെങ്കിലും സാധനങ്ങളൊക്കെ നമുക്ക് നട്ടുപിടിപ്പിക്കാനുള്ള ഉദ്ദേശത്തോടെയാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. ഇപ്പം ഇവിടെ ചെയ്തിരിക്കുന്നത് കുറച്ച് വാഴകളാണ് കേട്ടോ. നമ്മുടെ പഴയ ടൈപ്പ് പഴയ വാഴകളെയൊക്കെ കുറേ കാലം കൊണ്ടേ നിൽക്കുന്നതാണ്. അപ്പോൾ അതിനെയൊക്കെ ഒന്ന് മാറ്റിയിട്ട് പുതിയത് നടണമെന്നൊക്കെ വിചാരിച്ച് നട്ടിരിക്കുകയാണ്. ഇപ്പം ഒരു ലൈനിൽ ഏത്തവാഴ നട്ടിട്ടുണ്ട്, ഒരു 6 എണ്ണം നട്ടിട്ടുണ്ട്.
തൊട്ട് അപ്പുറത്തായിട്ട് നമ്മൾ ഞാലിപ്പൂവനാണ്, അതും ഒരു 6 എണ്ണം വാങ്ങിച്ച് നട്ടിരിക്കുന്നതാണ്. അപ്പം പഴയ വിത്തുകൾ ഇങ്ങനെ നിന്ന് അത് നടണ്ടെന്ന് കരുതിയിട്ട് പുതിയ വിത്തുകൾ വാങ്ങിയിട്ട് നമ്മൾ നട്ടിരിക്കുകയാണ്. അതിന് തൊട്ടപ്പുറത്ത് നമ്മുടെ ചുമന്ന ചെങ്കതളി വാഴ നട്ടിട്ടുണ്ട്. അതിന് തൊട്ടപ്പുറത്തായിട്ട് പൊന്തൻ കായ, നമ്മുടെ പച്ചക്കറിയിലൊക്കെ കിട്ടുന്ന കായ ഉണ്ടല്ലോ, അത് നട്ടിട്ടുണ്ട്. ഇനി റോബസ്റ്റ അങ്ങനെയുള്ളതായ വാഴകളൊക്കെ ഇങ്ങനെ വെറൈറ്റി ആയിട്ടുള്ള നടണമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. അപ്പോൾ അതിനിടയ്ക്ക് ഒട്ടും സ്ഥലം കളയേണ്ടെന്ന് ചെയ്തിട്ട് ഓരോ മൂട് കപ്പയും നമ്മൾ നട്ടിട്ടുണ്ട്. ഇനി ഈ വാഴയ്ക്കെല്ലാം നമ്മൾ വളം ഇട്ട് ആദ്യത്തെ വളം ഇട്ട് വെട്ടിയെടുപ്പിക്കാനുള്ള സമയമായിരിക്കുകയാണ്. കരിയിലയൊക്കെ ഇട്ടിട്ട് അതിൻ്റെ തടമൊക്കെ നമ്മൾ തണുപ്പിന് വേണ്ടിയിട്ട് മൂടി ഇട്ടിരിക്കുന്നു. പിന്നെ അതിനാവശ്യം വെയിലാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നമ്മൾ വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കുക. ഇതെല്ലാം നമ്മുടെ പറമ്പിൻ്റെ ബോർഡർ ലൈനാണ്. ബോർഡർ ലൈനിൽ നമ്മൾ ഓരോ ഇഞ്ചി, മഞ്ഞൾ, കൂവ, കസ്തൂരി മഞ്ഞൾ ഇങ്ങനെയുള്ളതായ സാധനങ്ങൾ നടാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. ഇപ്പോൾ ഇതിനകത്ത് നട്ടിരിക്കുന്നത് കസ്തൂരി മഞ്ഞളാണ് കേട്ടോ. കസ്തൂരി മഞ്ഞൾ നമ്മൾ കുറേ നട്ടിട്ടുണ്ട്. അത് കസ്തൂരി മഞ്ഞളാണെന്നുണ്ടെങ്കിൽ ഇത് മഞ്ഞളാണ് നട്ടിരിക്കുന്നത്. തൊട്ടപ്പുറത്ത് മാങ്ങ ഇഞ്ചി നട്ടിട്ടുണ്ട്, അതിനപ്പുറത്ത് കൂവ നട്ടിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഓരോ ലൈൻ പിടിച്ച് ഇങ്ങനെ നട്ടിരിക്കുക. അതെല്ലാം പണകോരിയാണ് നമ്മൾ നട്ടിരിക്കുന്നത്. ഇത് പണകോരി നടുമ്പോഴാണ് നമുക്ക് കിളച്ചെടുക്കാനും നല്ലതുപോലെ പിടിക്കാനും ഒക്കെ നല്ല പിടുത്തമൊക്കെ കിട്ടുന്നത് നല്ല പണകോരിയൊക്കെ നടുമ്പോഴാണ്. അപ്പോൾ ഇതിന് നമ്മൾ ചാണകപ്പൊടിയും സൂപ്പർ മീലും കൊടുത്തിട്ടാണ് നമ്മളിതൊക്കെ നട്ടിരിക്കുന്നത്. ഇത് തൊട്ടപ്പുറത്തായിട്ട് നമ്മൾ ചേന നട്ടിട്ടുണ്ട് കേട്ടോ. പ്രാവശ്യം ചേനയുടെ അളവൊക്കെ ഒന്ന് കുറച്ചു, 25 മൂടേ നമ്മൾ നട്ടിട്ടുള്ളൂ. ഒരുപാട് ചേന ഈ പ്രാവശ്യം നടണ്ട എന്ന് വിചാരിച്ചിട്ട് 25 മൂടിൽ ഒതുക്കിയിരിക്കുകയാണ്. ഇനി അങ്ങോട്ട് പോയാൽ ഈ ചേനയ്ക്ക് ലൈനായിട്ടുണ്ടല്ലോ നമ്മൾ കപ്പയും കൂടെ നട്ടിട്ടുണ്ട്. ഈ ബോർഡർ ഈ പ്രാവശ്യം നമ്മൾ ഈ ബോർഡറായിട്ട് നമ്മൾ കൊടുത്തേക്കുന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ എലിയൊക്കെ വന്ന് ഭയങ്കര ശല്യമാണ്. നമ്മുടെ ചീനക്കമ്പൊക്കെ കഴിച്ചിട്ട് പോകാറുണ്ട്. അപ്പം ഇനി എലി കയറി വരുമ്പോഴും ഇതിലേക്കൂടെ കയറി വന്നാലും ഇച്ചിരി ചീനി തിന്നാൻ പറ്റത്തില്ലല്ലോ എന്നുള്ള ഒരു രീതിയിൽ അവരിവിടെ എല്ലാം കറങ്ങി നോക്കിയിട്ട് അങ്ങ് തിരിച്ചു പോകും എന്നുള്ള പ്രതീക്ഷയല്ല ഇതൊക്കെ നട്ടിരിക്കുന്നത്. നമുക്ക് നോക്കാം എന്തൊക്കെ ആയി വരുമെന്നുള്ളത്. ഇവിടെ എന്ന് പറഞ്ഞാൽ നമ്മൾ 3 പണയിൽ ഇഞ്ചിയാണ് നട്ടിരിക്കുന്നത്. ഒരു 100ഓളം മൂട് ഇഞ്ചി നമ്മൾ നട്ടിട്ടുണ്ട്. പിന്നെ ഓരോന്നിൻ്റെയും കൃഷി വീഡിയോസ് ഒക്കെ നമ്മൾ ഇട്ടിട്ടുണ്ട്. ഇഞ്ചിയുടെയും മഞ്ഞളിൻ്റെയും ചേനയുടെയും ഒക്കെ നമ്മൾ വീഡിയോ ഇട്ടിട്ടുണ്ട്. ഇനി നടാത്തവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതെല്ലാം ഇനി നടേണ്ട സമയമാണ്. എത്രയും പെട്ടെന്ന് എല്ലാവരും നടാനായിട്ട് ശ്രമിക്കുക. ഇനി അങ്ങോട്ട് മുന്നോട്ടൊക്കെ നല്ലതുപോലെ മഴയൊക്കെ കിട്ടുന്ന സമയമാണ്. അപ്പം എല്ലാവരും ഇനി നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ളത് ഇഞ്ചി, മഞ്ഞൾ, കൂവ, ചേന, ചീനിക്കമ്പ് എല്ലാം നടാനായിട്ട് ശ്രമിക്കുക, ഉള്ള സ്ഥലത്തെങ്കിലും. അപ്പോൾ ഇനി കാണാം ബാ. അപ്പം ഓരോന്നിൻ്റെയും ബോർഡർ തിരിക്കാനായിട്ട് നമ്മൾ ഓരോ ലൈൻ കമ്പും കൂടെ മരക്കമ്പും കൂടെ നമ്മുടെ കപ്പയും കൂടെ നട്ടിട്ടുണ്ട്. അപ്പോൾ അതിന് നല്ല പിടുത്തമായിരിക്കും. ഇപ്പോൾ ഇടയ്ക്ക് എല്ലാത്തിൻ്റെയും വളമൊക്കെ പിടിച്ചെടുത്തിട്ട് നമുക്ക് ചീനിക്കമ്പ് നന്നായിട്ട് കിട്ടും. ഇവിടെ എന്ന് പറഞ്ഞാൽ കാച്ചിലാണ് നട്ടിരിക്കുന്നത്. കാച്ചിലുണ്ട്, അടതാപ്പുണ്ട്, ഇത്രയും ഭാഗത്ത് നട്ടിരിക്കുന്നത്. അപ്പം ഇവിടുന്ന് വള്ളി കെട്ടി നമുക്ക് ഈ മാവേലോട്ടോ പറങ്കാവേലോട്ടൊക്കെ കയറ്റി വിടാനുള്ള ഉദ്ദേശത്തിലാണ്. എപ്പോഴും നമ്മൾ ഈ കാച്ചിൽ പടരുന്നതൊക്കെ നമ്മൾ വള്ളി കെട്ടി കൊടുക്കാമെന്നുണ്ടെങ്കിൽ അതിനകത്ത് ഇഷ്ടം പോലെ നല്ലതുപോലെ പിടുത്തമൊക്കെ ഉണ്ടാവും. അതൊക്കെ ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുള്ളതാണ്, കാണിച്ച് തന്നിട്ടുള്ളതാണ്. അപ്പോൾ ഇവിടെ നട്ടിരിക്കുന്നത് കുറച്ച് ചെറുകിഴങ്ങാണ്. അപ്പോൾ അതൊക്കെ അന്യം നിന്ന് പോയിക്കൊണ്ടിരിക്കുന്നതാണ്. എന്നാലും നമ്മൾക്ക് എല്ലാം നമ്മുടെ വീട്ടിൽ നടണം, കാണണം എന്നുള്ള ആഗ്രഹത്തോട് നമ്മൾ വീണ്ടും നട്ടിരിക്കുന്നതാണ്. ഇതിപ്പോൾ നട്ടതിന് ശേഷം നമ്മൾ കരിയിലേക്ക് ഇട്ടിട്ട് അതൊന്ന് മൂടി ഇട്ട് കൊടുക്കണം. അതാണ് അതിൻ്റെ ഒരു രീതി, നടുന്ന രീതി. പിന്നെ അടുത്തെന്ന് പറഞ്ഞാൽ ഇവിടെ എല്ലാം കൂവ കൃഷിയാണ് കേട്ടോ. ഇവിടെ കുറേ 4-5 പണയിൽ കൂവ കൃഷി ചെയ്തിരിക്കുകയാണ്. കൂവ എന്ന് പറഞ്ഞാൽ വെള്ളക്കൂവ ഏറ്റവും നല്ല ഔഷധ ഗുണമുള്ള ഒന്നാണ് കൂവ എന്ന് പറയുന്നത്. ഒരു ഗ്രോ ബാഗിനകത്ത് ഒരു 10 മൂടെങ്കിലും നിങ്ങൾ നടാനായിട്ട് ശ്രമിക്കണം. ഇപ്പം നമ്മുടെ വീട്ടിലെ കുഞ്ഞുങ്ങൾക്കോ വലിയവർക്കോ ഒക്കെ ലൂസ് മോഷനോ ഛർദ്ദലും ഒക്കെ വന്നാൽ അത് നമ്മൾ അതിൻ്റെ പൊടി നമ്മൾ കാച്ചി കുടിക്കുകയെന്നുണ്ടെങ്കിൽ നമ്മുടെ ദഹനത്തിൻ്റെ എല്ലാ പ്രശ്നങ്ങളും മാറുന്നതായിരിക്കും. അപ്പം എല്ലാവരും ഇത് നടാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇത് നട്ടിരിക്കുന്നത് പറഞ്ഞാൽ പണ കോരിയിട്ടാണ് കേട്ടോ. എന്തായാലും കൂവ നടുമ്പോൾ പണ കോരിയിട്ട് വേണം നടാൻ. കാരണം അതിൻ്റെ കിഴങ്ങ് നല്ല താഴോട്ട് വളർന്ന് പോകുന്നതാണ്. അപ്പോൾ അത്യാവശ്യം ഇച്ചിരി വളമൊക്കെ കൊടുത്തതിന് ശേഷം നടാനായിട്ട് ശ്രമിക്കുക. പിന്നെ നമ്മുടെ വീട്ടിലെ വേസ്റ്റുകളൊക്കെ നമ്മൾ ബക്കറ്റിൽ കൊണ്ടിട്ട് ആ വെള്ളം കൊണ്ടൊഴിക്കാന്നുണ്ടെങ്കിൽ നല്ല ആർത്ത് കിളിച്ച് വരും, നല്ലതുപോലെ കിഴങ്ങും പൊട്ടുന്നതായിരിക്കും. ഇവിടെ എന്ന് പറഞ്ഞാലും കുറേ നമ്മൾ തടവൊക്കെ എടുത്തതിന് ശേഷം മഞ്ഞൾ നട്ടിരിക്കുന്നതാണ്. ഒരു 100 കൂടുതലുണ്ട് കേട്ടോ. 100-200 മൂട് മഞ്ഞൾ ഇവിടെ നട്ടിട്ടുണ്ട്. അപ്പം നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ളതായ മഞ്ഞൾപ്പൊടിയൊക്കെ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ അത് നമ്മൾ തന്നെ പരിശ്രമിക്കുക എന്നുണ്ടെങ്കിൽ വിഷമില്ലാത്ത മഞ്ഞൾപ്പൊടി നമുക്ക് കഴിക്കാനായിട്ട് സാധിക്കും. ഇപ്പം കടയിൽ നിന്നൊക്കെ കിട്ടുന്ന പൊടിയൊക്കെ കുറിച്ച് എല്ലാവർക്കും അറിയാമല്ലോ, എല്ലാം മായം ചേർന്നതാണ്.
അപ്പം അത്യാവശ്യം നമ്മുടെ 1 കിലോ പൊടിയെങ്കിലും കിട്ടത്തക്ക രീതിയിൽ മഞ്ഞൾ കൃഷി ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇപ്രാവശ്യം എന്ന് പറഞ്ഞാൽ 5-6 പണയിൽ നമ്മൾ കൂവ നട്ടിരിക്കുകയാണ്. കൂവയുടെ ഗുണം ഞാൻ പറഞ്ഞല്ലോ, കൂവയുടെ പൊടിക്ക് തന്നെ ശുദ്ധമായ പൊടി കിട്ടണമെന്നുണ്ടെങ്കിൽ നല്ല വില കൊടുത്തെങ്കിലേ കിട്ടത്തുള്ളൂ. 1200 മുതൽ 1500 രൂപ വരെയൊക്കെ വിലയുണ്ട് ഈ കൂവയുടെ പൊടിക്ക്. അത് ശുദ്ധമായ പൊടിക്കാണ്. അപ്പം നമ്മൾ മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ വാങ്ങിച്ചാൽ ശുദ്ധമായ പൊടിയൊന്നും ആയിരിക്കത്തില്ല നമുക്ക് കിട്ടുന്നത്. അത് ചിലപ്പം മൈദയൊക്കെ ചേർന്ന മിക്സ് ആയിരിക്കും കിട്ടുന്നത്. അപ്പം കൂടുതലായിട്ട് നമ്മൾ ഈ പ്രാവശ്യം ഇവിടെ നട്ടിരിക്കുകയാണ്. ഇവിടെ നമ്മൾ 2 ടൈപ്പിലുള്ളതായ കപ്പയാണ് നട്ടിരിക്കുന്നത്. അപ്പോൾ ഇത് പുഴുങ്ങാനൊക്കെ നല്ല സൂപ്പറാണ് കേട്ടോ. അപ്പം മുട്ട പുഴുങ്ങുന്ന മാതിരി നല്ല പുഴുങ്ങി തിന്നാൻ നല്ല അടിപൊളി കപ്പയാണ്. അപ്പോൾ അതുപോലെ തന്നെ അവിടെ നട്ടിരിക്കുന്നത് ചുമന്ന കപ്പയാണ്. അത് കുറച്ചുകൂടെ നേരത്തെ നട്ടു. ഞാൻ പറഞ്ഞായിരുന്നല്ലോ, അപ്പോൾ ഓരോ മാസവും അല്ലെങ്കിൽ 2 മാസം കൂടുമ്പോൾ നമുക്ക് പറിക്കത്തക്ക രീതിയിൽ നമ്മൾ കപ്പ നടുകയെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നമുക്ക് ഒരു 6 മാസമെങ്കിലും നമുക്ക് കപ്പ നമുക്ക് കഴിക്കാനായിട്ട് സാധിക്കും. ധാരായി കിടക്കുന്നേ ധാരായി കിടക്കുന്നതിന് കുഴിയുണ്ടാക്കി അതിനകത്തങ്ങ് കിടന്നോ ചക്കരയങ്ങ്? ഓ, അവിടെ ആരാണ് നോക്കുന്നല്ലോ. ഇതുവിടാ, നിനക്ക് നമസ്കാരം ഉണ്ടോ? ആ, ഉണ്ട്. ആ, കുഴിയിലങ്ങ് കിടന്നു ചേന നട്ട്. എല്ലാവർക്കും ഒരു ഹായ് പറയടാ. ആ, ബ്രൂണോ ഇവിടെ പറഞ്ഞ ഹായ്. ആ, എഴുന്നേക്കടാ ബ്രൗണി. എഴുന്നേക്ക്. എന്നേരം കഴിക്കാൻ പോവാന്ന്. അയ്യോ കളിക്കാൻ പോവാന്ന്. എൻ്റെ അമ്മച്ചി എന്നെ തെള്ളിയിടല്ലേ. നിങ്ങളൊക്കെ കാണാൻ ആൾക്കാർ നോക്കിയിരിക്കുന്നു ഇവിടെ. ആരാടാ കുഴി ഉണ്ടാക്കുന്നത് ഇവിടെ? ആരാടാ അവിടെ ചേന നട്ടത്? എന്തിയാടാ കമ്പ്? എന്താടാ നിനക്ക് സോക്കേടെന്ന്? നിനക്ക് എന്തോ സോക്കേടെന്ന് ചോദിക്കുന്നു ബ്രൂണോ. അവിടെ അടങ്ങി നിൽക്കാൻ. ആ, എന്നാ ബ്രൂണോ അവന് 2 കൊടുക്കടാ. മിണ്ടാടാ. ചേച്ചി എന്തിയാടാ? നമ്മുടെ മെറിൻ ചേച്ചി. എന്തി? ഓ, വീട്ടിൽ പോയാലോ? ഇത് കണ്ടോ, എൻ്റെ കോവൽ ഇവിടെ പന്തലും എല്ലാം നല്ലതുപോലെ പടർന്ന് കിടന്നായിരുന്നേ. പന്തലെല്ലാം നമ്മൾ ഹിറ്റാച്ചി കയറ്റിയപ്പോഴത്തേക്കെല്ലാം മാറ്റിക്കളഞ്ഞു. അപ്പോൾ അതിനകത്തെല്ലാം അതിൻ്റെ ചെവിട് ഭാഗം മാത്രമേ നിൽപ്പുള്ളൂ. ഈ തറയിലെല്ലാം ഇഷ്ടംപോലെ അവിടെ പടർന്ന് പോയിട്ട് കണ്ടോ, അതിനകത്തെല്ലാം പൂക്കളാണ് കണ്ടോ. അപ്പോൾ ഇതിന് നല്ലൊരു പന്തലൊക്കെ അതിനകത്ത് കെട്ടിക്കൊടുക്കണം. എത്ര തലപ്പുകളാണ് ഇങ്ങനെ വരുന്നതെന്ന് നോക്കിയാൽ കാണുമ്പോൾ തന്നെ സങ്കടം. എത്രയും പെട്ടെന്ന് തന്നെ ഒരു പന്തൽ ഇതിന് കെട്ടിക്കൊടുക്കണം. അപ്പോൾ അതൊക്കെ നമുക്കിനി വഴിയെ കാണാം, പന്തലൊക്കെ കെട്ടി നമ്മുടെ കോവലിനെയൊക്കെ പടർത്തുന്നത്. ഇതൊക്കെ ഞാൻ ഇവിടെ നട്ടിരിക്കുന്നത് റെഡ് ആനക്കൊമ്പൻ വെണ്ടയാണ്. ഇത് നമ്മൾ നട്ടിട്ട് പിന്നെ അത് കിളിച്ചു വന്നില്ല എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അത്യാവശ്യം വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കണം. പിന്നെയെന്ന് പറഞ്ഞാൽ നൈസായിട്ട് നമ്മൾ ചാണകം കലക്കിക്കൊണ്ടൊന്ന് ഒഴിക്കാന്നുണ്ടെങ്കിൽ നല്ല ആരോഗ്യത്തോടെ വളർന്നു വരും. അപ്പൂപ്പൻ തടി എവിടെ നോക്കിയാലും ഉണ്ട്. പിന്നെയെന്ന് പറഞ്ഞാൽ ഇഷ്ടം പോലെ പുല്ലുകളാണ്, മണ്ണൊക്കെ നല്ലതുപോലെ ഇളകി കിടക്കുന്നുണ്ട്. ഇപ്പം മുത്തങ്ങയെന്ന് പറഞ്ഞൊരു സാധനം പറമ്പിൽ ഇഷ്ടം പോലെ അങ്ങ് വളർന്ന് കയറി വരിക. ഇതിൻ്റെ കിഴങ്ങിനൊക്കെ നല്ല ഔഷധ ഗുണമൊക്കെ ഉള്ളതാണ് കേട്ടോ. പക്ഷേ നമുക്കിത് പറമ്പിൽ ഇങ്ങനെ വളർന്ന് നിൽക്കുമ്പം ഭയങ്കര ഇറിറ്റേഷനായത്. കാരണം നമ്മുടെ കൃഷിക്ക് കൊടുക്കുന്നതായ വളം മൊത്തം ഇത് വലിച്ചെടുത്ത് ഇത് നല്ല ആർത്തിപ്പണ്ടാരം മാതിരി വളർന്നു വരും. ഇപ്പോൾ ഇവിടെ 3 ടൈപ്പ് ഞാൻ വെണ്ട നട്ടിട്ടുണ്ട്. ഒന്ന് റെഡ് ആനക്കൊമ്പൻ വെണ്ട, അടുത്തതെന്ന് പറഞ്ഞാൽ മരവെണ്ട, അടുത്തത് അഞ്ചിത വെണ്ടയാണ് നട്ടിരിക്കുന്നത്. ഈ തറയെന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ എല്ലാം ഇവിടെ ഇഷ്ടംപോലെ പച്ചക്കറികൾ നട്ടിരുന്നതാണ്. വെണ്ടയ്ക്കയും പയറും അതേപോലെ തന്നെ വഴുതനയൊക്കെ നട്ടിരുന്നതായിരുന്നു. അപ്പോൾ ഇത്രയും സ്ഥലം ഇപ്പം ഇവിടെ വെറുതെ കാലിയായിട്ട് കിടക്കുകയാണ്. അപ്പോൾ നല്ല സൺലൈറ്റ് കിട്ടുന്നതും ഉള്ള സ്ഥലമാണ്. അപ്പം നല്ലതുപോലെ വെയിൽ വേണ്ടിയതായ പച്ചക്കറികളെയൊക്കെ ഇവിടെ നടാനായിട്ട് ഇവിടെ കുറച്ച് സ്ഥലം ഇട്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ എല്ലാം നമുക്ക് തുടങ്ങണം ഇനി. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇതേപോലെയൊക്കെ കൃഷി ചെയ്യണമെന്നൊക്കെ ആഗ്രഹമുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ഉന്മേഷത്തോടെ ചെയ്തെങ്കിൽ മാത്രമേ, ക്ഷമയോടുകൂടി നിന്നെങ്കിൽ മാത്രമേ എന്തെങ്കിലുമൊക്കെ പച്ചക്കറി കൃഷി ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. ഇപ്രാവശ്യം നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നട്ടെടുത്തു നിന്നൊക്കെ ഒരുപാട് മാറ്റിയാണ് ഓരോ സാധനങ്ങളും നട്ടിരിക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം ചേന നട്ടെടുത്ത് ചീനി നട്ടു, ചീനി നട്ടെടുത്ത് ചേമ്പ് നട്ടു, അങ്ങനെ ഒരുപാട് മാറ്റങ്ങൾ നമ്മൾ വരുത്തിയിട്ടുണ്ട്. ഇപ്പം ഇവിടെ എന്ന് പറഞ്ഞാൽ കുറച്ച് ചേമ്പാണ് നമ്മൾ നട്ടിരിക്കുന്നത്. 50 മൂടോളം ചേമ്പും
അതുപോലെ താമരക്കണ്ണൻ ചേമ്പുണ്ടല്ലോ, അത് ഒരു 10-20 മൂട് നമ്മൾ നട്ടിട്ടുണ്ട്. ഇതെല്ലാം ഇനി നട്ടിട്ടുണ്ടെന്ന് പറഞ്ഞെന്നല്ലാതെ അത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവത്തില്ല. ഇനി എല്ലാം കിളിച്ച് വരുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇതൊക്കെ എന്തൊക്കെയായിരുന്നു എന്നുള്ളത്. അപ്പോൾ അതെല്ലാം നമുക്ക് വീണ്ടും ഒരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും വരാം കേട്ടോ. അപ്പം എല്ലാം ഇത് സ്ഥലം മാറി പുതിയ മണ്ണിലോട്ടാണ് ഇതൊക്കെ വെച്ചിരിക്കുന്നത്. അപ്പോൾ എല്ലാം നന്നായി വരും എന്നുള്ളൊരു പ്രതീക്ഷയാണ്. അപ്പോൾ ഇതെല്ലാം കിളിച്ച് വരുമ്പോഴത്തേക്ക് എല്ലാം ഇനി വളമിട്ട് വെട്ടിയടിപ്പിക്കണം. എല്ലാം ജൈവ രീതിയിൽ തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. രാസവളങ്ങളൊന്നും നമ്മൾ ഉപയോഗിക്കാറില്ല. രാസവളങ്ങൾ ഉപയോഗിക്കുകയെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് കടകളിൽ നിന്നും പച്ചക്കറി അങ്ങ് വാങ്ങിച്ചാൽ മതിയല്ലോ. അപ്പം നമ്മുടെ ആരോഗ്യം സംരക്ഷിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ജൈവ രീതിയിൽ തന്നെ കൃഷി ചെയ്യാനായിട്ട് ശ്രമിക്കും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ കൃഷി രീതിയൊക്കെ ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പം നിങ്ങളും ഇതേപോലെ കൃഷിയൊക്കെ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ നിങ്ങൾക്ക് വിത്തുകളൊക്കെ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ വെബ്സൈറ്റായ minisLifestyle.com നിന്ന് വിസിറ്റ് ചെയ്യാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുള്ളതായ വിത്തുകളൊക്കെ വാങ്ങിക്കാവുന്നതാണ്. കൂടാതെ കുറച്ച് സ്റ്റോക്കും കൂടെ നമ്മുടെ മഞ്ഞളും അതേപോലെ തന്നെ കസ്തൂരി മഞ്ഞളും ഒക്കെ ഉണ്ട്. ആവശ്യമുള്ളവർക്ക് വാങ്ങിച്ച് നടാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുകയാണെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. അതുപോലെ ഫേസ്ബുക്കിൽ കാണുന്നുണ്ടെങ്കിൽ അവിടെ ഒന്ന് ഫോളോ ചെയ്തേക്കുക. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ഞാൻ മിനി. നന്ദി, നമസ്കാരം.